നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നിട്ട് മരുന്നെവിടെ? മരുന്ന് ഞാൻ മീനെടുത്തിട്ട് കൈ കൊടുത്തു. സന്ദീപ് എന്താ ഇങ്ങോട്ട് കൊണ്ടുവരാത്ത? കുഞ്ഞിന് ഇന്ന് രാത്രി ആവശ്യം വന്നാ അത് നമുക്ക് കൊടുക്കണ്ടേ? അത് നമ്മൾ കൊടുത്താൽ ശരിയാവില്ലടോ. അറിയാവുന്നവരെന്നെ കൊടുക്കണം. അർച്ചന എടുത്തിട്ട് കൈ കൊടുക്കുന്നത് നിനക്ക് ഇഷ്ടാവില്ലല്ലോ. വേണ്ട, അവക്ക് യാതൊരു ബോധവുമില്ല. അത്രയ്ക്ക് കുടിച്ചിട്ടുണ്ട് അവള്. ഇതിനു മുമ്പ് എപ്പോഴേലും നന്ദേട്ട ഇതുപോലെ ഇവളെ കണ്ടിട്ടുണ്ടാവും. അതാവും ജാമ്യം എടുക്കാനും ധനുഷിനെ പുറത്തിറക്കാനും ഏട്ടൻ തീരുമാനിച്ചത്. നന്ദേട്ടനെ കുറ്റം പറയാനാവില്ല സച്ചേട്ടാ. ഇവളെ ഈ അവസ്ഥയിലും ഈ മനോഭാവത്തിലും ആർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല. അനക്കെ പിടിക്ക, ഇവളെ റൂമിൽ കൊണ്ടാക്കാം. വാങ്ങോട്ട് ഇങ്ങോട്ട് കിടത്ത കിടക്ക. എന്റെ ജീവിതം ഇങ്ങനെ ആക്കിയിട്ട് നിങ്ങൾ ഉള്ളിൽ സന്തോഷിക്കുമെന്ന് എനിക്കറിയാം. ഏട്ടത്തി, ഞാൻ പാവം ഏട്ടത്തി. മോൾ ഉറങ്ങിയോ? ഉറങ്ങി വരുന്നു. ആ, ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കണ്ടിരുന്നു. മോളുടെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ കരച്ചിലിന്റെ കാര്യം ഞാൻ വിശദമായിട്ട് സംസാരിച്ചു. എല്ലാം കേട്ടിട്ട് ഡോക്ടർ ഒരു മരുന്ന് തന്നിട്ടുണ്ട്. കുറച്ച് ദിവസം 1 മണിക്കൂർ ഇടവിട്ട് കുഞ്ഞിന് കൊടുക്കാനാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോ ഈ ബ്രീത്തിങ് പ്രോബ്ലം എല്ലാം മാറുമെന്നാ പറഞ്ഞു. അതെന്തായാലും നന്നായി. എന്നിട്ട് മരുന്നെവിടെ? മരുന്ന് ഞാൻ മീനെടുത്തിട്ട് കൈ കൊടുത്തു. സന്ദീപ് എന്താ ഇങ്ങോട്ട് കൊണ്ടുവരാത്ത? കുഞ്ഞിന് ഇന്ന് രാത്രി ആവശ്യം വന്നാ അത് നമുക്ക് കൊടുക്കണ്ടേ? അത് നമ്മൾ കൊടുത്താൽ ശരിയാവില്ലടോ. അറിയാവുന്നവരെന്നെ കൊടുക്കണം. അർച്ചന എടുത്തിട്ട് കൈ കൊടുക്കുന്നത് നിനക്ക് ഇഷ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ മീരെടുത്തിട്ട് കൈ തന്നെ കൊടുത്തു. അല്ലെങ്കിലും അർച്ചനേച്ചിയുടെ കയ്യിൽ എന്തിനാ കൊടുക്കുന്നേ? അത് കുഞ്ഞിന് കൊടുക്കാനുള്ള പരിചയം ഇപ്പൊ ചേച്ചിക്കുമില്ലല്ലോ. അതിലും ഭേദം ഞാൻ തന്നെയാ. അല്ല, മീരെടുത്ത് എങ്ങനെ അത് കൊടുക്കും? മീരെടുത്ത് ഇന്ന് മുതൽ ഇവിടെയാണോ കിടക്കുന്നത്? അല്ലല്ല, രാത്രി കുഞ്ഞിന് നമ്മൾ മീരെടുത്തിലെടുത്ത് കിടത്തും. മണിക്കൂറുകൾ ഇടവിട്ട് മീരെടുത്ത് മോൾക്ക് മരുന്ന് കൊടുത്തോളൂ. പാല് കൊടുക്കാൻ സമയമാകുമ്പോ മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ. അതൊക്കെ വലിയ പാടല്ലേ സന്ദീപ്? പിന്നെ മീരടുത്തേക്ക് അത് ബുദ്ധിമുട്ടാവും.
മരുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഞാൻ കൊടുത്തു നോക്കായിരുന്നല്ലോ. അവിടെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്ന് പറഞ്ഞതുകൊണ്ടാ മീരടുത്ത് ഞാനത് ഏൽപ്പിച്ചത്. മാത്രല്ല ആവണി മോളെയൊക്കെ നോക്കി മീരടുത്തേക്ക് പരിചയമുണ്ടല്ലോ. അപ്പോ അതല്ലേ ബെസ്റ്റ്. ആതിരെ, വാവ ഉറങ്ങിയോ ആന്റി? ഉറങ്ങി മോളെ. ആ മീരടുത്തി, ദേ കുഞ്ഞിന് ശ്വാസതടസ്സം ഉണ്ടായാൽ അപ്പൊ തന്നെ മരുന്ന് കൊടുത്തേക്കണേ. അത് ഞാൻ ഏറ്റു. കറക്റ്റ് സമയത്ത് ഞാൻ കൊടുത്തിരിക്കും. അല്ല, സന്ദീപ് ഈ മുറിയിലാണോ കിടക്കുന്നത്? ആ, പണ്ടൊക്കെ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണിന്റെ മുറിയിലെ ഭർത്താക്കന്മാരെ ഉറങ്ങാൻ സമ്മതിക്കില്ല. അവരോട് മാറിക്കിടക്കാൻ പറയും. ആ, ഇപ്പൊ പിന്നെ അങ്ങനെയുള്ള ആചാരങ്ങളൊന്നും ഇല്ലല്ലോ. അമ്മ പറയുന്നത് പഴയ ആൾക്കാരുടെ കാര്യം അല്ലേ അമ്മേ? അതെ അതെ, അങ്ങനെ എത്ര ആചാരങ്ങളാ. ആ, എല്ലാം പറ്റിയില്ലെങ്കിലും കുറച്ചൊക്കെ ആചാരങ്ങൾ നോക്കുന്നത് നല്ലതായിരിക്കും. അല്ല, നമ്മുടെ ഒരു സമാധാനത്തിനെ. അതെ, ഞാൻ മോളെ കൊണ്ടുപോവാണേ. വാ 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 വാ. ഓ, വിശന്നിട്ട് കരയുകയാണെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടുവരാം. ശരി അടുത്തി. എന്തിനാ? വാ. ദേ മീരടുത്തി പറഞ്ഞു കേട്ടോ, പ്രസവിച്ച പെണ്ണുങ്ങളുടെ കൂടെ മുറിയിൽ കിടന്നൂടാന്ന്. ഓ പിന്നെ പഴയ ആളുകൾ അങ്ങനെ പലതും പറയും. അതൊന്നും നീ കാര്യാക്കണ്ട. ഞാൻ സന്ദീപിന്റെ മടിയില് കുറച്ചേരം കിടന്നോട്ടെ. ആഹാ, വന്ന് കിടക്കടോ. ഈ മടിത്തട്ട് നിനക്കുള്ളതല്ലേ. വാ. എത്ര ദിവസമായി ഇങ്ങനെ സന്ദീപിന്റെ മടിയിലൊന്ന് കിടന്നിട്ട്. കുഞ്ഞുങ്ങളൊക്കെ ആവുമ്പോ അങ്ങനെ തന്നെടോ. അവർക്ക് വേണ്ടി നമ്മള് സന്തോഷങ്ങളെല്ലാം മാറ്റിവെക്കേണ്ടി വരും. ഇനിയുള്ള നമ്മുടെ ജീവിതം നമ്മുടെ കുഞ്ഞിനു വേണ്ടി കൂടെയല്ലേ. മോളെ നന്നായി വളർത്തണം, പഠിപ്പിക്കണം. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ വീട് കിട്ടുന്ന ചില അപൂർവ നിമിഷങ്ങളിൽ നമുക്ക് സന്തോഷിക്കാം. ആ, അങ്ങനെ ഇപ്പൊ സന്തോഷിക്കണ്ട. ഇനി അങ്ങനെ സന്തോഷിക്കാൻ വേണ്ടി മനഃപൂർവ്വം കുഞ്ഞിനെ ഏട്ടത്തിന്റെ മുറിയിലേക്ക് കൊടുത്തയച്ചാണോ? ഏയ് അല്ലല്ല, കുഞ്ഞിന്റെ കാര്യം കഴിഞ്ഞുള്ളൂ, ബാക്കി എല്ലാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.